ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി മിസ്റ്റർ ആൻഡ് മിസ്സിസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോണത് തത്തമംഗലത്തേക്കാണ്, അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്മയും മുത്തശ്ശനും ചേച്ചിയും കൂടിയിട്ട് മുത്തശ്ശനെ ഇന്ന് മാത്തൂര്, അതായത് ഞങ്ങളുടെ അമ്മയുടെ നാട്, അവിടെ വന്നിട്ട് ഇത് മുത്തശ്ശിയുടെ നാട്, അവിടെ വന്നിട്ട് മുത്തശ്ശിക്ക് ഒരു ചെറിയൊരു ആദരിക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിരിക്കും അവർ മൂന്നരും കൂടിയിട്ട്. ഞങ്ങൾ പോണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസാല ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ എൻ്റെ ചെറിയമ്മടിയും ചെറിയച്ഛൻ്റെയും 25th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതായത് നമ്മുടെ അനീത്തയുടെ 25th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവിടേക്ക് മാത്തൂര് പോയ ആൾക്കാർ നേരെ ഡയറക്റ്റ് അവിടേക്ക് പോയി കേട്ടോ. ഞാനും ഉപേക്ഷേട്ടനും അമ്മയും അച്ഛനെയും കൂട്ടിയിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് പോയി. തിരിച്ച് വരുമ്പോൾ ഞങ്ങളും എല്ലാവരും ഒന്നിച്ച് വരും. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഗസാല ഹോട്ടലിലായിരുന്നു, പാലക്കാട് ഗസാലയിലായിരുന്നു ആ പരിപാടി. അവരുടെ മോൾ തന്നെ ആയിരുന്നു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത്. അവൾക്കൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു സംഗതി ചെയ്യണം എന്നത്. അപ്പോൾ ആ ഒരു പരിപാടി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ കുഞ്ഞ് കല്യാണം പോലെയൊക്കെ അങ്ങോട്ട് നടത്തി കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഈ മാല അങ്ങോട്ട് ഇങ്ങോട്ട് ഇടല് ഒരു രസമല്ലേ, അതൊക്കെ ഒരു ഓർമ്മയല്ലേ. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ഫാമിലി, അതായത് ഞങ്ങളുടെ ഫാമിലീസ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇത് 3 പേരും അവരുടെ മക്കളാണ് കേട്ടോ. 3 മക്കളാണ് അവർക്കുള്ളത്. ആ കേക്ക് കെട്ടിയത് മൂത്ത മോളാണ് കേട്ടോ. ഇപ്പോഴത്തെ പിങ്ക് രണ്ടാമത്തതും മറ്റവൻ മൂന്നാമത്തതും. അപ്പോൾ അവളുടെ മൂത്ത മോളുടെ ബർത്ത്ഡേയും കൂടിയാണ്. അവിട്ട ദിവസമായിരുന്നു ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അന്നേ ദിവസം തന്നെ മൂത്ത മോളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. സോ എല്ലാം 3 പേരും കൂടി ഒന്നിച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ദെൻ പിന്നെ നമ്മൾ നേരെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ വലിയമ്മയുടെ പേരക്കുട്ടിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 3 ചേച്ചിമാരും ഒരു അനീത്തിയാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഒരു വലിയമ്മയുടെ പേരക്കുട്ടിയാണ് കേട്ടോ, ആ ചെറിയ കുട്ടി വന്നിട്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നെ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ സെക്ഷനും പിന്നെ ഡാൻസും, പിന്നെ ചെറിയച്ഛനും ചെറിയമ്മയും ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് ഓണാഘോഷം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഈ ഒരു പരിപാടി ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓണം, ഇപ്രാവശ്യത്തെ ഓണം 3 ഓണവും അടിപൊളിയായി. കാരണം ഉത്രാടം ഓഫീസിലായിരുന്നു പരിപാടി, രണ്ടാമത്തെ ഓണം വീട്ടിൽ, മൂന്നാമത്തെ എന്താ പറയുക അവിട്ടം വന്നിട്ട് ഇങ്ങനെയും അങ്ങനെ അടിച്ച് പൊളിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് ലോങ് ആക്കണ്ടെന്ന് വെച്ചിട്ട്, ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടുത്തെ തന്നെ അവർ ഗസാല ഹോട്ടലിലെ ആൾക്കാർ തന്നെ സെറ്റാക്കിയതാണ് ഇതൊക്കെ, സെറ്റായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ ആളിനെ കൊണ്ട് മീൻസ് മേമ്മയുടെ മകളിങ്ങനെ പാടിപ്പിക്കാൻ കേട്ടോ. നമുക്ക് പാട്ട് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം പിന്നെ ആ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിള്ളേരുടെ എന്താ പറയുക ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ദെൻ പിന്നെയും വീണ്ടും നമ്മുടെ ഇളയച്ചൻ നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ട് നിന്നതുകൊണ്ട് പുള്ളിക്കാരെല്ലാവരെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റി ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കണം കേട്ടോ. ഭയങ്കര വലിയ വീഡിയോ ആയിരുന്നു, പക്ഷെ അത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതന്നെ കാണിച്ചുകൊണ്ടിരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിലാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതാ നമ്മുടെ പാറൂസ് ആക്റ്റീവ് ആവാൻ തുടങ്ങി. അവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അവരെന്നല്ല, പൊതുവേ ഞങ്ങളുടെ ഫാമിലിയോട് അമ്മയ്ക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ എല്ലാവരും. അപ്പോൾ അങ്ങനെ അവരും ഡാൻസ് കളിച്ചു. പിന്നെ എൻ്റെ അമ്മ കയറി, വലിയമ്മ കയറി, അങ്ങനെ എല്ലാവരും കയറ്റി അങ്ങോട്ട് കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇളയച്ചനാണെങ്കിൽ ഒടുക്കത്തെ ആക്റ്റീവായിരുന്നു ആ ദിവസം. 25 വർഷമായില്ലേ, അപ്പോൾ അതിൻ്റേതൊരു ആക്ടിവിറ്റി കാണുമല്ലോ. കണ്ടോ, ഒരേ കളിയായിരുന്നു. അതിനുശേഷം എന്താ മുത്തശ്ശി ഇരുത്തിയിട്ടൊക്കെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ശരിക്കും ഇന്നത്തെ ദിവസം പറഞ്ഞത്. ഈ വീഡിയോ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അതിനുശേഷം പിന്നെ നേരെ തത്തമംഗലത്തേക്ക് ഇതാ അവരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചി തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ അവളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് എടുത്ത ഫോട്ടോസാണ് കേട്ടോ, അതും കൂടി ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.